ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ തീരുമാനം. കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഭൂമി കയ്യേറ്റം അടക്കമുള്ള കാര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നതൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. ദിൽജിത്ത്, നഗരസഭാ കൗൺസിലിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിലിൽ ക്രമക്കേടുകൾ സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടി വാക്കേറ്റങ്ങളുടെ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് കൗൺസിലർമാരുടെ ഏകകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡി സിനിമാസിന്റെ പ്രവർത്തന അനുമതി നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഒക്കുപേഷൻ സർട്ടിഫിക്കറ്റും ലൈസൻസ് അടക്കം റദ്ദ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം മുതൽ തന്നെ ഡി സിനിമാസിന്റെ പ്രവർത്തനം നടത്താൻ നോട്ടീസ് നൽകും എന്നാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ എല്ലാ കൗൺസിലർമാരുടെയും വോട്ടോടുകൂടിയാണ് ഈ തീരുമാനം നഗരസഭാ കൗൺസിൽ പാസാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ആരോപണങ്ങൾ അത് പ്രകാരം തന്നെ 2007 നൽകിയ ഒരു അനുമതിയിൽ വീണ്ടും 2014 നിർമ്മാണം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് തിയേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതോടൊപ്പം പ്രവർത്തന അനുമതി നേടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചീഫ് ടൗൺ പ്ലാനർക്ക് നൽകിയിട്ടുള്ള രേഖകൾ, ആ രേഖകളിൽ പലതും ായിരുന്നുവെന്നും ആ സമയത്ത് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ അനുമതി നേടിയെടുത്തതെന്നും അടക്കമുള്ള ആരോപണങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ദിലീപ് ആ സമയത്തുണ്ടായിരുന്ന UDF കൗൺസിലർമാർക്ക് പണം നൽകിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കൗൺസിലിൽ LDF കൗൺസിലർമാർ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളെ പറ്റി അന്വേഷണം നടത്താൻ, വിജിലൻസ് അന്വേഷണം നടത്താനായി സർക്കാരിനെ ശുപാർശ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു കത്ത് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇപ്പോൾ ഡി സിനിമാസിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ കൗൺസിലിൽ ഭരണപക്ഷി അംഗങ്ങൾ, LDF അംഗങ്ങൾ ഉന്നയിച്ചത്. ഡെപ്യൂട്ടി ചെയർമാൻ ഒരു ആവശ്യം മുമ്പോട്ട് ഉന്നയിച്ചപ്പോൾ ഭരണപക്ഷ അംഗങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഈ ഒരു ആവശ്യം അംഗീകരിച്ച വോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ നഗരസഭയുടെ ഏകകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ നാളെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു നോട്ടീസ് ഡി സിനിമാസിന് നൽകുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ശരി ദിൽജിത്ത്, ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിലിൽ തീരുമാനം ഐകകണ്ഠേന എടുത്തിരിക്കുന്നത്.